എടാ ഡോറ, നീ മര്യാദക്ക് തുറന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കടിച്ചു പറിക്കും. നിന്നോട് ഞാൻ കുറെ നേരമായി പറയുന്നു. എടാ തുറക്കട ഡോറ അങ്ങോട്ട്. എന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് നീ തുറക്കില്ലെന്നാ? തുറക്കട അങ്ങോട്ട്, വേഗം തുറന്നോ. ഇനി നിനക്ക് ചാൻസ് ഇല്ല, ഞാൻ നിന്നെ കടിക്കും ഇപ്പോ. എടാ ഷിൻചാനെ, സത്യം പറ, നീ പോപ്പിക്ക് കൊടുത്ത ഫുഡും കൂടി എടുത്ത് കഴിച്ചോ? അവൻ വല്ലാതെ കുരയ്ക്കുന്നുണ്ടല്ലോ ഇപ്പൊ. ഇവിടെ എന്റെ ഫുഡ് തന്നെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അപ്പോഴവന്റെ ഫുഡ്. ഒന്ന് പോയ പെണ്ണി, ഞാൻ കാർട്ടൂൺ കാണട്ടെ, അനങ്ങാതിരിക്കും. എടാ കുറെ നേരമായി ഈ പോപ്പി കുരയ്ക്കുന്നത്. ഇവൻ എന്താ വേണ്ടത്? ഇന്ന് ഞാൻ അവനെ പോയിട്ട് ശരിയാക്കുന്നുണ്ട്. കുറെ നേരം അവൻ ഈ കുരച്ചോണ്ടിരിക്കുന്നത്. അവൻ എന്ത് കണ്ടിട്ട് ഈ കുരയ്ക്കുന്നത്? എടാ നീ അവന്റെ ഫുഡൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇനി ഞാൻ അവനോട് ചോദിക്കുമ്പോ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിൻചാനെ ഞാൻ നിന്നെ ശരിയാക്കും. കണ്ടു എന്റെ പൊന്നു, ഞാൻ അവന്റെ ഫുഡൊന്നും എടുത്തിട്ടില്ല. എന്തായാലും അവിടുത്തെ വരെ പോയി നോക്കാം. ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോണം, അതാണ് പ്രശ്നം. ഈ പോപ്പിക്ക് അനങ്ങാതിരുന്നൂടെ? എപ്പോഴും ഇവന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എടാ പോപ്പി, നിനക്ക് എന്താണ് വേണ്ടത്? ഇതെന്താ പോപ്പിയുടെ കൂടിന്റെ മുന്നിൽ ഒരു ഡോറൊക്കെ? എടാ പോപ്പി, ഇതെങ്ങനെയാടാ ഇവിടെ വന്നേ? സത്യം പറയടാ. അത് തന്നെ പിന്നെ എനിക്കും അറിയാത്തത്. ഇത് കുറെ നേരം ഇവിടെ നിൽക്കുന്നു. ഇവനോട് തുറക്കാൻ പറഞ്ഞിട്ട് ഇവൻ തുറക്കുന്നില്ല. എന്താ ഇവൻ തുറക്കാത്തത്? എനിക്ക് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് കാണണം പെണ്ണെ. ഇത് ആരാ ഇവിടെ കൊണ്ടുവച്ചത്? ബെന്നി, എനിക്ക് തോന്നുന്നത് ആ ഷിൻചാൻ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഡോർ ഇവിടെ കൊണ്ടുവച്ചതാണെന്നാ. അവനോട് ചോദിച്ചാൽ നമുക്ക് സത്യം അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ ഈ ഡോർ എങ്ങനെ ഇവിടെ വന്നു? എനിക്കത് അറിയണം. എന്റെ കൂടിന്റെ മുന്നിൽ വേഗം ഷിൻചാനെ വിളിച്ച് ചോദിക്കും പെണ്ണെ. അവനോട് ചോദിക്കാം, അവനറിയത്. ഇല്ലടാ പോപ്പി, ഷിൻചാനോ? ഷിൻചാൻ ഇത്രയും വലിയ ഡോർ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവെക്കുന്നത്? അവനെ കൊണ്ടൊന്നും ഇത് പൊക്കാനും പറ്റത്തില്ല, വെക്കാനും പറ്റത്തില്ല. ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്. ഇനി നമുക്ക് ഡൗട്ട് വേണമെങ്കിൽ തീർക്കാം, ഷിൻചാനെ വിളിച്ച് ചോദിക്കാം. എന്നാൽ ഇത് നിന്റെ കൂടിന്റെ മുന്നിൽ എങ്ങനെയാണ് വന്നത്? വേറെ എത്രയൊക്കെ സ്ഥലമുണ്ട് ഇവിടെ. എന്നാലും ഷിൻചാനോട് നമുക്ക് നീ ചോദിച്ചു നോക്കാം, വെറുതെ സംശയം തീർക്കാം. എടാ ഷിൻചാനെ, നീ ഇങ്ങോട്ടേക്കൊന്ന് വരുമോ? ബെന്നി വിളിക്കുന്നുണ്ടല്ലോ, എന്തോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു എന്നെ കൊണ്ട്. ഓക്കെ, ഞാൻ വേഗം പോയി നോക്കട്ടെ. എടാ നീ എവിടെ? നിന്നെ കാണുന്നില്ലല്ലോ. ഞാൻ ഇങ്ങോട്ടേക്ക് എത്തി. എന്താ പ്രോബ്ലം അത് പറ, എന്നെന്തിനാ വിളിച്ചത്? എടാ ഷിൻചാനെ, നീ ഇങ്ങോട്ടേക്കൊന്ന് വന്ന്. ഈ കാണുന്ന ഡോറില്ല, അത് നീ വെച്ചതാണെന്ന് ഈ പോപ്പി പറയുന്നത് ശരിയാണോ? ശരിയാണല്ലോ. എടാ പോപ്പി, ഇത് നിന്റെ കൂടിന്റെ മുന്നിൽ എങ്ങനെയാടാ വന്നത് ഈ ഡോറ്? എടാ ഷിൻചാൻ, അപ്പൊ ഇത് നീ വെച്ചതല്ലേ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട്? സത്യം പറയട്ടെ ഷിൻചാനെ. എടാ നിന്നെ പ്രാങ്ക് ചെയ്യാനോ? ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എടാ ഇത് അതൊന്നും അല്ല, ഇതൊരു മാജിക്കൽ ഡോറാന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇങ്ങനെ ഒരു ഡോർ ഇവിടെ വരുമ്പോൾ ഇത് പോയി ഇങ്ങനെ തൊട്ടാൽ അതിന്റെ അടുത്ത് എന്തെങ്കിലും പേപ്പറോ ബുക്കോ എന്തെങ്കിലും വരും. അത് തുറക്കാനുള്ള ഐഡിയ ഉണ്ടാവും അതില്. എടാ ഞാനിപ്പോ ഈ ഡോറ് തൊട്ടില്ല, അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ബുക്കോ പേപ്പറോ വന്നിട്ടുണ്ടോ നോക്കിയാ? എടാ അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ. എടാ വന്ന് ബുക്ക് വന്നു. ഈ ബുക്ക് എടുത്ത് നോക്കിയാൽ അതിൽ കാണും ഈ ഡോറ് എങ്ങനെ തുറക്കണമെന്നുള്ള ഐഡിയ കിട്ടും. എടാ ഷിൻചാനെ, സത്യം പറ, ഈ ബുക്ക് നീ ഇവിടെ കൊണ്ടിട്ടതല്ല എന്നെ പറ്റിക്കാൻ. എന്താ ഡോറ് തൊട്ടപ്പോ ബുക്ക് വന്നോ? ഒന്ന് മാറി നോക്കട്ടെ. എടാ ഷിൻചാനൊന്നും അല്ലത് കൊണ്ടുവച്ചത്. അവൻ വരുമ്പോൾ അവന്റെ കയ്യിലൊന്നുമില്ല. ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? എന്താടാ? ഗോ ടു സാൻഡി ഷോർട്സ് എയർഫീൽഡ് ആൻഡ് ജമ്പ് ഓവർ 25 ഹെലികോപ്റ്റേഴ്സ് യൂസിങ് എ കാർ. എടാ അതായത് നമ്മുടെ സാൻഡി ഷോർട്സിൽ എയർപോർട്ടിൽ പോയിട്ട് അവിടെ 25 ഹെലികോപ്റ്ററിന്റെ മുകളിലൂടെ ഒരു കാർ വെച്ച് ജമ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. എടാ അങ്ങനെ ചെയ്താൽ ഈ ഡോർ ഓപ്പൺ ആവുന്നാണോ നീ പറയുന്നത്? ഉറപ്പായിട്ട് ഓപ്പൺ ആവും. എടാ എന്നാ നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഈ ഡോർ ഓപ്പൺ ആവുന്നുണ്ടോ നോക്കിക്കോ. ഞാൻ പോയിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. എടാ ഇതിന് ടാസ്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ചാലഞ്ച് പോലെ. 25 ഹെലികോപ്റ്ററിന്റെ മുകളിലൂടെ നമ്മൾ ജമ്പ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഫ്രാങ്ക്ലിന് ഇതൊന്നും ഒരു പുത്തരിയല്ല. ഞാനതൊക്കെ എത്ര ചാടിക്കിടന്നതാ. എടാ ഇവിടെ വിചാരിച്ചതുപോലെയല്ല, ഇവിടെ ജമ്പ് ചെയ്യാൻ റാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുമല്ല കുറെ സ്പോർട്സ് കാറൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ ചാലഞ്ചിലേക്ക് പോയപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി ഇവിടെ സ്പോൺ ആയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 25 ഹെലികോപ്റ്റർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. എന്തായാലും ഒന്ന് പോയി നോക്കാം. അതിൽ എത്ര ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. എത്ര ലോങ് ആണെങ്കിലും പ്രോബ്ലം ഇല്ല. ഇതൊക്കെ ഒരു സ്പോർട്സ് കാർ ഉണ്ടെങ്കിൽ ഞാൻ ഈസിയായി ജമ്പ് ചെയ്ത് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. എടാ ഇത് വിചാരിക്കുന്നത് പോലെയല്ല, കുറച്ച് ലോങ് ആണല്ലോ. ഇപ്പൊ ചെറുതായൊരു പേടിയൊക്കെ വരുന്നുണ്ട്. എടാ ഇത് കുറച്ച് ലോങ് അല്ലേ? എടാ എന്നാലും ഇത്രയും വലിയ ഹെലികോപ്റ്റേഴ്സ് ഒന്നും വെക്കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ചെറിയ ഹെലികോപ്റ്റേഴ്സ് ആയിരിക്കും, അതുകൊണ്ട് 25 വെച്ചാൽ കുറച്ച് അടുത്തായിരിക്കും. എടാ ഇത് കുറച്ച് ലോങ് അല്ലേ? എന്തായാലും ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ ഡോർ ഓപ്പൺ ആക്കാൻ പറ്റൂ. അതുകൊണ്ട് ഫസ്റ്റ് ഇവിടുന്ന് ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് എത്തില്ല എന്നാ, കാരണം ഇത് കുറച്ച് ലോങ് ആണ്. പിന്നെ സ്പോർട്സ് കാർ ആയതുകൊണ്ട് ആശ്വസിക്കാം, കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്ന് നല്ല സ്പീഡ് കൂട്ടാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് ജമ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ കാർ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് സ്പീഡൊക്കെ കൂടുന്നുണ്ട്.
എനിക്ക് തോന്നുന്നത് ഈ ജമ്പിൽ തന്നെ നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന. യെസ് കാർ വിചാരിക്കുന്നത് പോലെയല്ല, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ഥലം കുറവും ജമ്പിങ് പോയിന്റ് വളരെ അടുത്തുമാണ്. അതുകൊണ്ട് കാറിന് നല്ല സ്പീഡ് എടുക്കാൻ പറ്റില്ല. എടാ നടുവിൽ വരെ എത്തിയിട്ടുള്ളൂ. ഇനി എത്ര ഹെലികോപ്റ്റർ കഴിയണം? ഈ കാർ കൊണ്ട് ഇത്രയേ പറ്റുന്നുള്ളൂ. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. ഒരു സ്പോർട്സ് കാർ കൊണ്ട് പോലും ഇങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സാധാ കാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? വെറും 5 ഹെലികോപ്റ്റർ പോലും ജമ്പ് ചെയ്ത് കടക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി ഈ കാർ ഇവിടെ നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും ഒരു കാർ എടുക്കാം. ഇനി ഏത് കാർ എടുക്കും? ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കാറുണ്ട്. ഏതായാലും ആ കാർ എടുത്ത് നോക്കാം. ഇതിന് കുറച്ച് സ്പോർട്ടി ലുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത്. ഇതെന്താണ് ഇങ്ങനെ സ്കിഡായി കളിക്കുന്നത്? ഈ കാറിന് എന്തോ പ്രശ്നമുണ്ട്. ഇതെന്താ ഒരു വശത്തേക്കൊക്കെ പോകുന്നത്? ഇത് എന്താണ് ഈ കാറ് കളിക്കുന്നത്? ഇത് എനിക്ക് തോന്നുന്നു സ്കിഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന കാറാണ് ഇത്. ഈ ഒലക്കെ എടുത്തും പോയി. ഇനി എന്ത് ചെയ്യും? ഏതായാലും ഇത് എടുത്തില്ലേ, ഇനി ഇതും കൊണ്ടൊന്ന് ജമ്പ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ സക്സസ് ആയാലോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാർ കൊണ്ട് പോകുമ്പോഴായിരിക്കും സക്സസ് ആവുന്നത്. പക്ഷെ ഇത് നേർക്ക് നിൽക്കുന്നില്ല. ഇത് ഡ്രിഫ്റ്റിനായിട്ട് യൂസ് ചെയ്യുന്ന കാറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടുന്ന് കുറച്ച് സ്പീഡായി. റോഡ് കയറിയപ്പോൾ ശരിയായി. പക്ഷേ ഈ കാർ എത്തില്ല. എത്തിയോ? ഇല്ല. എനിക്ക് തോന്നുന്നത് പകുതി ഹെലികോപ്റ്റർ വരെ കടന്നിട്ടുള്ളൂ. ഇതും ഫെയിൽഡായി. ഓക്കെ, ഈ കാർ ഇവിടെ നിർത്തിയിടാം. ഇത്രയും സ്പോർട്സ് കാറൊക്കെ എടുത്ത് ജമ്പ് ചെയ്തിട്ട് ഒന്ന് പോലും ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അവർ ഇത്രയും സ്പോർട്സ് കാർ ഇവിടെ വെച്ചത്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു കാർ കൊണ്ട് ഉറപ്പായിട്ട് ജമ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ കാർ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. പക്ഷേ ഓക്കെ, ഞാനിപ്പോൾ എടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും കുറച്ച് പവർ തോന്നുന്ന കാർ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് കുറച്ചും കൂടി ജമ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. സക്സസ് ആവുമെന്ന് അറിയില്ല. എന്തായാലും ഇതുകൊണ്ട് നമുക്കൊന്ന് ജമ്പ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ട് ജമ്പ് ചെയ്യാൻ പറ്റുമെന്നാണ്. ആ ഷിൻജാനും പോപ്പിയും ഡോർ ഓപ്പൺ ആവുന്നതും കാത്തും അതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവർക്കറിയില്ലല്ലോ ഇത്രയും വലിയ റാമ്പ ജമ്പ് ചെയ്യേണ്ടതെന്ന്. എൻ്റെ അമ്മ, ഇതും പകുതി വരെ പോയിട്ടുള്ളൂ. അങ്ങനെ ഈ കാറും ഫെയിൽഡായി. ഇനി അടുത്ത ഏത് കാർ എടുക്കും? അടുത്ത കാറിൽ എന്തായാലും ജമ്പ് ചെയ്യണം. ഇത് എത്ര കാറായി? എനിക്ക് തോന്നുന്നു അങ്ങോട്ടുള്ള കാറാന്ന് തോന്നുന്നു പവർഫുൾ. അതുകൊണ്ട് ലാസ്റ്റുള്ള കാർ എടുക്കാം. പവർ കൂടുന്നതനുസരിച്ചിട്ട് മുന്നോട്ട് വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ സെക്കൻഡുള്ള ഈ കാർ എടുക്കാം. ഇതിന് സൗണ്ട് ഇല്ല. എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക് കാറാന്ന് തോന്നുന്നത്. ഇത് ഇലക്ട്രിക് കാറാണ്. ഇതിന് സൗണ്ടൊന്നുമില്ല. നല്ല സ്പീഡും ഉണ്ട്. പക്ഷെ ഇത് നല്ല സ്പീഡുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ജമ്പ് ചെയ്ത് കടന്നോ? യെസ് ജമ്പ് ചെയ്ത് അപ്പുറം എത്തി. നമ്മൾ സക്സസ് ആയി. എൻ്റെ മോനെ, അങ്ങനെ നമ്മൾ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തടാ. ഇനി ഈ കാർ എടുത്തിട്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റും. നല്ല സ്പീഡും ഉണ്ട്. അത് മാത്രമല്ല, ഈ കാർ കൊണ്ടല്ല നമ്മൾ ജമ്പ് ചെയ്ത് സക്സസ് ആയത്. അതുകൊണ്ട് ഈ കാർ എൻ്റെ അടുത്ത് ഇരിക്കട്ടെ. അങ്ങനെ ഏകദേശം നമ്മൾ വീടെത്താറായി. ഷിൻജാനും പോപ്പിയും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കയറി പോയിട്ടുണ്ടാവും. ഇപ്പോൾ ആ ഡോർ എന്തായാലും ഓപ്പൺ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ പോയിട്ടുണ്ടാവോ? അങ്ങനെ അവർ എന്നെ കൂട്ടാണ്ട് പോകത്തൊന്നുമില്ല. ഞാൻ വന്നിട്ട് അവർ പോകും. എന്താണ് ഇവിടെ എന്തൊക്കെയോ കളർഫുള്ളായിട്ട് തെറിക്കുന്നത് പോലെ? ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണോ ഇങ്ങനെ? അത് ഡോറിൻ്റെ അടുത്താണ് ഇങ്ങനെ വന്നത്. ഷിൻജാനും പോപ്പിയുടെ ഉണ്ടല്ലോ. ഇത് ഓപ്പൺ ആയില്ലേ? ഇല്ല പിന്നെ ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ ഇതുപോലെ കളർഫുൾ ആയിട്ട് എന്തൊക്കെ തെറിക്കുന്നുണ്ട്. നമ്മൾ ഈ ഡോർ പറ്റിച്ചോടാ ഷിൻജാനെ പോപ്പി. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അറിയാം ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തത്. തുറക്കട ഡോറെ, അങ്ങോട്ടേക്ക് തുറക്ക്. പിന്നെ എനിക്ക് തോന്നുന്നത് വേറൊരു ടാസ്കും കൂടി ചെയ്യേണ്ടി വരുമെന്നാ. ഇനിയും ടാസ്കോ? എന്നാ ഈ ബുക്കൊന്ന് ഞാൻ നോക്കട്ടെ. ഇതിൽ വേറെയും 2 ടാസ്ക് വന്നിട്ടുണ്ടല്ലോ. അതിൽ രണ്ടാമത്തെ ടാസ്ക് ജംപ് ഫ്രം എ ഹെലികോപ്റ്റർ ആൻഡ് ലാൻഡ് എക്സാക്ട്ലി ഓൺ ദ മേസ് ബാങ്ക് ടവർ. പിന്നെ 3ാമത്തെ ടാസ്ക് ലൈക്ക് ആൻഡ് സബ് ആണ്. അത് നിങ്ങൾ ചെയ്തോ ഗൈസ്. ഇതെന്താടാ തീരുമ്പോ ടാസ്ക് തരാൻ ഞാൻ കുപ്പിന്ന് വന്ന ഭൂതോ? പിന്നെ ഇതും കൂടിയും ചെയ്താൽ മാത്രമേ ഈ ഡോറ് തുറക്കത്തുള്ളൂ. എന്നാ ശരി, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ പോയിട്ട് ഈ ടാസ്കും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. എന്തായാലും ഇത്രയും ചെയ്തു. ഇനി ഇതും കൂടി ചെയ്യാനാണോ പണി? ഒരു ഹെലികോപ്റ്റർ ഒപ്പിക്കണം. എന്നിട്ട് മാക്സ് ബാങ്കിന്റെ മുകളിൽ പോയിട്ട് ജമ്പ് ചെയ്യണം. കറക്റ്റ് എക്സാക്ട്ലി അതിന്റെ ടോപ്പിൽ എത്തണം എന്നാ പറഞ്ഞത്. അത് കുറച്ച് ചാലഞ്ചാണ്. ഹെലികോപ്റ്ററിന് തുള്ളിയിട്ട് പാരച്യൂട്ട് നല്ലപോലെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ മുകളിൽ എത്താൻ കഴിയൂ. അങ്ങനെ മാക്സ് ബാങ്കിന്റെ മുകളിലെത്തി. ഇനി ഇപ്പൊ ജമ്പ് ചെയ്യണം. അപ്പൊ ഞാൻ ജമ്പ് ചെയ്യാൻ പോണേ. ഫ്രാങ്ക്ലിനെ തുള്ളിക്കോടാ. ജമ്പ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാരച്യൂട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് കൺട്രോൾ ചെയ്യാനാ കുഴപ്പം. ആ റൗണ്ടിൽ കാണുന്നത് മാക്സ് ബാങ്ക് ടവർ. അതിന്റെ മുകളിൽ കറക്റ്റ് എത്തുകയും വേണം. ഓക്കെ, അടുത്ത തറ ഇനി പാരച്യൂട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഇനി ഇത് കൺട്രോൾ ചെയ്യലാണ് കുഴപ്പം. ഇത് ചെറുങ്ങനെ ഇങ്ങനെ ചുറ്റി വേണം അതിലേക്ക് ലാൻഡ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നത് ഹെലികോപ്റ്റർ ചാലഞ്ചിനേക്കാളും കുറച്ച് ടഫാണ് ഈ മാക്സ് ബാങ്ക് ടവർ ചാലഞ്ച്. ഇനി ഇതൊക്കെ ജമ്പ് ചെയ്ത് ഇറങ്ങിയിട്ട് പിന്നെയും അവരെന്തെങ്കിലും ചാലഞ്ച് ഉണ്ടെന്ന് പറയുമോ? ഇല്ല 3 ചാലഞ്ചാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 2 ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ ബാക്കി ഒന്നുള്ളത് നിങ്ങളെ ചെയ്യേണ്ടത് ലൈക്ക് ആൻഡ് സബ്. അപ്പോൾ വേഗം അത് ചെയ്തോട്ടോ. അങ്ങനെ സേഫായി നമ്മൾ മാക്സ് ബാങ്ക് ടവറിന്റെ മുകളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് ആ ഡോറിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം. ഒരു 99% ആ ഡോറ് തുറന്നിട്ടുണ്ടാവും. ബാക്കി 1% എപ്പോഴും നമ്മൾ എന്തിനും ബാക്കി വെക്കണം. കാരണം ആ 1% ചിലപ്പോൾ ഒരു ടാസ്ക് ഉണ്ടെങ്കിലോ. ഷിൻജാനും അപ്പൂപ്പയെ ഡോറ് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടാവുമോ? നേരത്തെ ഞാനിങ്ങനെ പറഞ്ഞു
പക്ഷെ അപ്പോൾ ഡോറ് തുറന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഡോറ് തുറന്നിട്ടുണ്ടാവും. അപ്പോൾ അവർ പോവോ? ഇല്ല, എന്നെ കൂട്ടാതെ പോകത്തില്ല. എടാ ഇപ്പോഴും കളർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഡോറിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി വല്ലാതെ കൂടിയിട്ടുണ്ട്. വേഗം പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറണം. എടാ വേറെ എക്സ്ട്രാ എന്തൊക്കെയോ കളർ വരുന്നുണ്ടല്ലോ. യെസ്, അങ്ങനെ ഡോറ് തുറന്നു. എടാ ഷിൻചാൻ്റെ ഡോറ് തുറന്നല്ലേ? ആ ബെണ്ണി ഡോറ് തുറന്നു. അപ്പൊ ബെണ്ണി ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കിയല്ലേ? അവിടെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കി. കുറച്ച് ഹാർഡായിരുന്നു, എന്നാലും ഞാൻ അത് എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആക്കി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത് എന്റെ വീടിന്റെ അടുത്തായത് കൊണ്ട് ഈ ഡോറിന്റെ ഉള്ളിൽ എന്താണെങ്കിലും അത് എനിക്ക് വേണം, കേട്ടല്ലോ? എന്റെ പോപ്പി നീ എടുത്തോ, ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞാൽ മതി. എടാ ഷിൻചാനെ പോപ്പി എന്നാ വാ, നമുക്ക് പോവാ. ഇതെവിടെയാണ് നമ്മൾ എത്തിയത്? എന്റെ പൊന്നു, ഇവിടെ എന്താണ് ഇത്രയും ക്യാഷ്? എടാ ഇത്രയും ക്യാഷ് ഇവിടെ? എടാ കോടിക്കണക്കിന് ഡോളർ ഉണ്ടല്ലോ ഇത്. പോപ്പി ഇതാണോ നിനക്ക് വേണ്ടത്? ഇതുകൊണ്ട് നീ എന്ത് ചെയ്യാനാ? അതേസമയം മനുഷ്യർക്ക് കിട്ടിയ ഉപകാരമുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിച്ചു തരാം. അതേടാ പോപ്പി, നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ വാങ്ങിച്ചു തരാം. അപ്പൊ ഗൈസ്, ഈ ക്യാഷ് കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. അതേപോലെ പോപ്പിക്ക് എന്താണ് വാങ്ങിക്കൊടുക്കേണ്ടതെന്നും പറയണം. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.